തൊഴിലില്ലാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുങ്ങിയ രാഷ്ട്രീയ പരിഹാസ കൂട്ടായ്മ കോക്രോച്ച് ജനതാ പാർട്ടി. CJPയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം ഇതുവരെ 9.7 ദശലക്ഷം പിന്നിട്ടു. ഇതോടെ മെയ് 16 മാത്രം ആരംഭിച്ച പേജിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം രാജ്യം ഭരിക്കുന്ന BJPയുടെ ഔദ്യോഗിക പേജിനെയും മറികടന്നു. മെയ് 21 കണക്കനുസരിച്ച് BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള @BJP4Indiaക്ക് ഏകദേശം 8.7 ദശലക്ഷം ഫോളോവേഴ്സ് ആണ് ഉള്ളത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലായ @Indiaക്ക് ഏകദേശം 13.2 ദശലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ പേജിന് ഏകദേശം 1.9 ദശലക്ഷം, അതായത് 19 ലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത്. സുപ്രീം കോടതിയിലെ ഒരു വാദത്തിനിടെ തൊഴിലില്ലാത്ത യുവാക്കൾ RTI പ്രവർത്തകരായിട്ട് മാറി എല്ലാവരെയും ആക്രമിക്കുകയാണെന്നും അവർ പാറ്റകളെ പോലെയാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. തന്റെ പ്രസ്താവന വ്യാജ ബിരുദമുള്ളവരെ ഉദ്ദേശിച്ചായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചെങ്കിലും ഇതിനോടുള്ള ഡിജിറ്റൽ പ്രതിഷേധം എന്നോണമാണ് മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടിക്ക് തുടക്കമിട്ടത്. മടിയന്മാരും എപ്പോഴും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നവരും തൊഴിലില്ലാത്തവരുമായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന ടാഗ് ലൈനോടുകൂടിയായിരുന്നു CJP രംഗത്തെത്തിയിരുന്നത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയായ 30-കാരൻ അഭിജിത്ത് ദീപ്കെയാണ് ഈ ഡിജിറ്റൽ പാർട്ടിയുടെ സ്ഥാപകൻ. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അഭിജിത്ത്. ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണത്തെ തള്ളിയ അഭിജിത്ത് ഒരു പ്രധാനമന്ത്രിയോട് വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും പൗരന്മാരെ പരാതങ്ങൾ എന്ന് വിളിക്കുന്നത് ചീഫ് ജസ്റ്റിസിന് അവകാശമില്ല എന്ന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ് എന്നിവരും പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും എന്നാൽ വ്യവസ്ഥയിലെ പോരായ്മകളെ പരിഹാസത്തിലൂടെ ചോദ്യം ചെയ്യുമെന്നുമാണ് ഈ ഡിജിറ്റൽ കൂട്ടായ്മ പ്രഖ്യാപിക്കുന്നത്.